ഇത്രയും വർഷം നിങ്ങൾ ഇൻഡസ്ട്രിയിൽ നിന്നുകൊണ്ടാണല്ലോ ഇതിൻ്റെ ഒരു മീറ്റർ പിടിക്കാൻ പറ്റുന്നത് പലപ്പോഴും അല്ലേ? അല്ലാണ്ടുള്ള ഒരു പുതിയൊരാൾ വന്ന് എഴുതുകയാണെങ്കിൽ അയാൾ ഫേസ് ചെയ്യുന്നത് എന്തായിരിക്കും? അത് കൺവിൻസ് ചെയ്യുക എന്നുള്ളത്. എന്ത് സാധനമാണെങ്കിലും പറഞ്ഞു കൊടുക്കുക. പിന്നെ എക്സ്പീരിയൻസ് ഇല്ല എന്നാണ് എല്ലാവരും ചോദിക്കുള്ളൂ. ഇത് ചെയ്യിച്ചാലല്ലേ എന്തോരം മച്ചവർ അടിപൊളി കഥയൊക്കെ ആയിട്ട് നടക്കണം. അവന്മാർക്ക് എന്താ പ്രശ്നം എന്ന് വെച്ചാൽ എക്സ്പീരിയൻസ് എന്തോ ഭാഗ്യത്തിൽ ചില ആൾക്കാരെ ഷൂട്ട് പോണ പോലെ നമുക്ക് കിട്ടും. പക്ഷെ നമ്മൾ ഇത് പറഞ്ഞ് കൺവിൻസ് ചെയ്യാൻ പറ്റില്ല. 2 തവണ കഴിഞ്ഞാൽ മനസ്സിലാവും. ശരി, എല്ലാവരും പേടിയാണ് എല്ലാവർക്കും. അതുകൊണ്ടാണ് ഇതിലും വലിയ വർത്താനം പറഞ്ഞവനൊക്കെ വന്നിട്ട് അലമ്പാക്കി വെച്ചേക്കണ. ഇപ്പൊ ഒന്നും പറയാണ്ട് മര്യാദക്ക് വന്ന് ചെയ്താൽ ഒരു കുഴപ്പമൊന്നുമില്ല. ശരിയാ അല്ലേ? നമുക്കറിയാവുന്നത് ഇത്രേ ഉള്ളൂ മച്ചാനെ. അപ്പോൾ എനിക്കിപ്പോൾ മെസ്സേജ് അയക്കും, അയ്യോ അത് ശരിയായില്ല കേട്ടോ, മറ്റേ സീൻ അലമ്പായി പോയിട്ടാന്ന് പറയുമ്പോൾ ഞാൻ അപ്പം തന്നെ റിപ്ലൈ കൊടുക്കും, ഒരു കുഴപ്പമില്ല, അടുത്ത പരിപാടിയിൽ സെറ്റ് ആക്കിക്കോളാം. അവന് സന്തോഷം. അപ്പൊ അച്ഛൻ പിന്നെ മെസ്സേജ് അയക്കും, എവിടെ കാണിച്ചുതരാം. അവർ ഉപദേശിക്കണേ അതിനാ അങ്ങനെയൊക്കെ ചെയ്യണം, അങ്ങനെയുള്ള പരിപാടി അലമ്പാണ്ടാന്നൊക്കെ പറയാൻ നേരത്ത് അതൊരു ധാരണയില്ലായ്മയിൽ പറ്റിപ്പോയതാണ്. ഞാൻ അടുത്ത പരിപാടിക്ക് സെറ്റ് ആക്കാൻ വെച്ചാൽ എന്ന് പറഞ്ഞിട്ട് അപ്പോൾ ഓക്കെ. അപ്പോൾ പിന്നെ നമ്മുടെ സ്റ്റോറിക്കൊക്കെ ലൈക്ക് അടിക്കും. അതിന് റിപ്ലൈ കൊടുത്തില്ലെങ്കിൽ പിന്നെ വച്ചാൽ വരില്ല.